UAE വന്നിട്ട് 3 വിസിറ്റ് വിസ കഴിഞ്ഞു. ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, ഒരുപാട് അപ്ലൈ ചെയ്തു, സ്റ്റിൽ റിജക്ഷൻസ്. HR ആയ എന്റെ 2 സുഹൃത്തുക്കളോട് അന്വേഷിച്ചു എന്താണ് അവസ്ഥ, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര CV വെച്ച് മിനിമം കിട്ടുന്നുണ്ട്. ഒരാൾക്ക് മിനിമം 10 ആണെങ്കിൽ അടുത്ത ആൾക്ക് 20-നും 25-നും ഇടയ്ക്ക് CVs ആണ് ഒരു ദിവസം കിട്ടുന്നത്. സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ് 99% ഓഫ് കമ്പനീസും ATS സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ CVs ഇതേപോലെ ആണെങ്കിൽ 100 അല്ല 110% CV റിജക്ട് ആവും. ലാർജ് ലോക്കൽ കമ്പനീസ്, മൾട്ടിനാഷണൽ, ഗവൺമെന്റ് ഏത് സെക്ടർ ആണെങ്കിലും ATS ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നിങ്ങളോട് ഒരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, വിസയും ടിക്കറ്റ് ഉൾപ്പെടെ നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ചെറിയൊരു എമൗണ്ട് മുടക്കി ATS CV ക്രിയേറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോൾ വരാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇന്റർവ്യൂ കോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ടിംഗ് ടീംസിന്റെ അടുത്ത് നിങ്ങളുടെ CV റിസീവ് ചെയ്യണം. അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ CV ഈ ടൈപ്പ് ആണെങ്കിൽ ATS സോഫ്റ്റ്വെയർ അത് ഓട്ടോമാറ്റിക്കലി റിജക്ട് ആവും. അതിനുശേഷം ഓട്ടോമാറ്റിക് റിജക്ഷൻ ഇമെയിൽ നിങ്ങൾക്ക് ഫോർവേഡ് ആയിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് CV-യിലുള്ള അറ്റകുറ്റപ്പണിയാണ്, അതായത് CV ATS ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത്. അങ്ങനെ ATS CV വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 2 അല്ലെങ്കിൽ 3 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം അറിയാനും പറ്റും. നല്ലൊരു ATS CV ഉണ്ടാക്കണം, പക്ഷേ എങ്ങനെ, ആര് ചെയ്യും, എത്രയാവും, എവിടുന്ന് ATS CV കിട്ടും എന്നുള്ള സംശയങ്ങളാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ATS എന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം.